അങ്ങനെ പാലക്കാട് എത്തി സ്റ്റേഷന് മുന്നിൽ തന്നെയുള്ള ഒരു ഹോട്ടലിൽ നമുക്ക് റൂം കിട്ടിയായിരുന്നു. റോയൽ റെസിഡൻസി എന്നാണ് ഹോട്ടലിന്റെ പേര്. ഞങ്ങൾ 2 റൂമായിട്ടാണ് എടുത്തത്. ഇതാണ് ഒരു റൂം, ഇതാണ് രണ്ടാമത്തെ റൂം. അങ്ങനെ ഞങ്ങൾ കുളിച്ച് റെഡി ചെയ്ത് രാവിലെ തന്നെ ഫുഡ് കഴിക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിന്റെ ഒരുക്കങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അങ്ങനെ ഇതെല്ലാം റെഡി ആയി കഴിഞ്ഞ് റൂമൊക്കെ പൂട്ടി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഹോട്ടലിന്റെ മുന്നിൽ നിന്ന് തന്നെ നമുക്ക് ബസ് കിട്ടും. പിന്നെ ഇവിടെ ഫുഡ് കഴിക്കണ ഏതൊരു സ്പോട്ട് ഹരിച്ചേട്ടൻ അറിയാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോകണം നമ്മളെ. അങ്ങനെ ബസ്സൊക്കെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ആ സ്പോട്ട്, സോഷ്യൽ കിച്ചൺ. അങ്ങനെ അവിടെ ചെന്ന് നമ്മൾ മെനു ഒക്കെ നോക്കി കഴിഞ്ഞ് പൊടിദോശയും ഒരു കോഫിയും പറഞ്ഞു. ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല അവർക്ക്. നല്ല അടിപ്പം ഫുഡായിരുന്നു, എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു നമ്മുടെ വള്ളിക്കുട്ടന് മാത്രമാണ്. വള്ളിക്കുട്ടന് അവരുടെ സാമ്പാർ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആ പരിഭവം ഹരിച്ചേട്ടനോട് രേഖപ്പെടുത്താണ് നമ്മുടെ ചെറുക്കൻ. പിന്നെ അതെ, ഞാനിത് ഇവിടെ നിന്ന് ഇടക്ക് കഴിക്കാറുണ്ടോ എന്നുള്ള മട്ടിലാണ് ഹരിച്ചേട്ടൻ്റെ നിപ്പ്. പിന്നെ ഈ പൊടിദോശ കഴിച്ചപ്പോഴേക്കും നമ്മൾ മധുരം കഴിച്ച മുരുകൻ ചേട്ടന്റെ പൊടിയിടലി മനസ്സിലൊന്നും സ്മരിക്കാൻ മറന്നിട്ടില്ല കേട്ടോ. അത്രക്ക് ഹൈപ്പ് കൊടുത്ത് കയറിയ കടയാണേ, അതുകൊണ്ട് അത്ര വട്ടമൊന്നും മറക്കാൻ പറ്റത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പാലക്കാടുള്ള കോട്ട മൈതാനത്തേക്കാണ്. കോട്ടയിലേക്കുള്ള പാലത്തിൽ കയറിയപ്പോഴത്തേക്കും കണ്ട കാഴ്ചയാണ് ഇത്. എന്തൊരു മീനുകളാണെന്ന് നോക്കി. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് നമ്മൾ പിന്നെ കോട്ട ചുറ്റി കാണാനായിട്ട് അകത്തോട്ട് കയറി. പിന്നെ ഈ പാലക്കാട് കോട്ട ടിപ്പുവിന്റെ കോട്ട എന്ന് അറിയപ്പെടും. മൈസൂരിലെ ഹൈദരലി പുള്ളിക്കാരന്റെ തെക്കൻ പ്രദേശങ്ങൾ സുരക്ഷിതമാക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ് ഈ കോട്ട. പിന്നെ മൈസൂർ യുദ്ധങ്ങളിൽ ഒരു പ്രധാന സൈനിക ശക്തി കേന്ദ്രമായിട്ട് ഇത് മാറി. അങ്ങനെ കോട്ടയൊക്കെ ചുറ്റി കണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് നമ്മൾ കുറച്ച് മയിലിനെ കണ്ടത്. പിന്നെ നാണുവിന്റെ കഴിവുകളൊക്കെ പുറത്തു വന്നു. ഇത് കേട്ടിട്ടാണ് ആ മയിലെന്നല്ല അവിടെ പറന്ന് നടന്ന കാക്കകൾ പോലും മൈൻഡ് ആക്കില്ല. അങ്ങനെ കോട്ടയെ കണ്ടു കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ പാലക്കാട് വന്ന മെയിൻ കാര്യത്തിലേക്ക് പോവുകയാണ്. മദർലാൻഡ് മസാല സോഡ. അങ്ങനെ കിട്ടിയ 2 ഹോട്ടലിൽ കയറി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ അപ്പുറത്ത് അവരുണ്ട്. നമ്മളങ്ങനെ ഹോട്ടലിൽ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ ആ ചേട്ടനിലായിരുന്നു. ചേട്ടൻ്റെ മോൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ വള്ളിക്കുട്ടനാണെങ്കിൽ ആ ചേട്ടനെ കാണണമെന്നുള്ള ആഗ്രഹത്തിലേക്ക് വന്നതാണ്. ആ ചേട്ടനാണെങ്കിൽ രാത്രി മാത്രമേ കാണത്തുള്ളൂ എന്നാണ് ചേട്ടൻ്റെ മോൻ പറഞ്ഞത്. പിന്നെ നമ്മളൊന്ന് കാര്യത്തിലേക്ക് കിടന്നു. 8 പേരും 8 സോഡ വീതം വാങ്ങി കുടിച്ച്. 8 പേരെന്ന് വെച്ചാൽ ഹരിച്ചേട്ടൻ്റെ ഒരു കൂട്ടുകാരും കൂടി നമ്മുടെ കൂട്ടത്തിൽ പാലക്കാട് നിന്ന് കൂടിയായിരുന്നു. സംഭവം എന്തായാലും കൊള്ളാം, നല്ല വെറൈറ്റി ടേസ്റ്റ് ഒക്കെയാണ്. പക്ഷേ അതിനുവേണ്ടി മാത്രം പാലക്കാട് വരണ്ടെന്ന് എൻ്റെ ഒരു അഭിപ്രായം. ഇതുവഴി എന്തെങ്കിലും പരിപാടിക്കൊക്കെ പോവുകയാണെങ്കിൽ ജസ്റ്റ് കയറി കുടിക്കാനായിട്ട് കൊള്ളാം. അവിടെ തന്നെ മസാല സോഡയുടെ 2 കട ഉണ്ടായിരുന്നു. നമ്മുടെ വള്ളിക്കുട്ടൻ അപ്പുറത്തോടി കുടിക്കണമെന്ന് പറഞ്ഞത് അവിടെ പോയി കുടിച്ചിട്ടിരിക്കുവാണ്. അവിടെ നിന്ന് 2 വാങ്ങി നമ്മളെല്ലാവരും ട്രൈ ചെയ്ത്. പിന്നെ അതിന്റെ മസാല മാത്രമായിട്ട് കിട്ടുമായിരുന്നു ഒരു കുപ്പിയിൽ. നമ്മൾ അതും വാങ്ങി നേരെ റൂമിലേക്ക് പോകണം. അപ്പോൾ ഇത്ര നേരം വെയിലത്തൊക്കെ നടന്ന് എല്ലാവരും ക്ഷീണിച്ചാണ് തിരിച്ച് റൂമിലെത്തിയത്. അപ്പോൾ എന്തായാലും ക്ഷീണമൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരാം.